മറ്റൊരു കൂട്ടരുണ്ട് യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറ്റി ഇങ്ങനെ സഹോദരിമാർ കൂടി പങ്കെടുക്കുന്ന ഒരു യോഗത്തിനകത്ത് അവരെ കുറിച്ച് വിവരിക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ ചരിത്രവും അതിന്റെ വർത്തമാനവും വിശദീകരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. നിങ്ങൾ നോക്ക, ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഡിവൈഎഫ്ഐക്കാർക്ക് 2017 ആരംഭിച്ച ഇന്നത്തെ ഈ ദിവസം ഡിവൈഎഫ്ഐയുടെ തവനൂർ ബ്ലോക്ക് കമ്മിറ്റി ഇത്തരം ഒരു പരിപാടി സഖാവ് പുഷ്പൻ അനുസ്മരിക്കുന്ന ഇതേ സമയത്ത് തിരൂരിലെ ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട്. ഹൃദയപൂർവ്വം പദ്ധതി പ്രകാരം. നിങ്ങൾ നോക്ക, ഡിവൈഎഫ്ഐയുടെ ഏത് പ്രധാനപ്പെട്ട സംഘടനാ പരിപാടി വന്നാലും, ഈ കേരളത്തിനകത്ത് കോവിഡ് വന്നപ്പോഴും, ഈ കേരളത്തിനകത്ത് പ്രളയം വന്നപ്പോഴും, ഈ കേരളത്തിനകത്ത് നിപ്പ വന്നപ്പോഴും ഡിവൈഎഫ്ഐ മുടക്കാതെ നടത്തുന്ന ഒരു കമ്പയിൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഹൃദയപൂർവ്വം പദ്ധതി. അത് തിരൂരിലെ ജില്ലാ ആശുപത്രിയിൽ മാത്രമല്ല. നിങ്ങൾ നോക്ക, 2017 ഡിവൈഎഫ്ഐക്കാരനായിരിക്കുന്നതിൽ എന്തിനഭിമാനിക്കണമെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം ഇന്ന് ഡിവൈഎഫ്ഐക്കാർക്ക് പറയാൻ വേണ്ടി കഴിയും. 2017 ഡിവൈഎഫ്ഐ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ ജില്ലാ ആശുപത്രികളിൽ, കേരളത്തിലെ താലൂക്ക് ആശുപത്രികളിൽ, കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും അവിടുത്തെ രോഗികൾക്ക്, അവിടുത്തെ കുട്ടിരിപ്പുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി. എങ്ങനെയാണ് ആ ഭക്ഷണം ശേഖരിക്കുന്നത്? ആ ഭക്ഷണം ശേഖരിക്കാൻ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ നാട്ടിൻ പുറത്തെ എല്ലാ വീടുകളിലേക്കും ചെല്ലും. അവിടുത്തെ വീട്ടമ്മമാർ അവരുടെ സ്നേഹം ഒരു പൊതിയാക്കി പൊതിഞ്ഞു വെച്ച ആ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ പ്രസിഡന്റിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അവരത് കളക്ട് ചെയ്ത് ഡിവൈഎഫ്ഐയുടെ ഒരു കേന്ദ്രത്തിൽ എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടി ആ സംഘടന വലിയൊരു സംഘടനാ പ്രവർത്തനം അതിന്റെ പിറകിൽ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക്, അവരുടെ കുട്ടിരിപ്പുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും സഹായിക്കാൻ ഈ സംഘടനയെ കൊണ്ട് കഴിയും എന്ന ധാരണയോടുകൂടി, എന്ന വിശ്വാസത്തോടുകൂടി ആ പ്രവർത്തനം ഡിവൈഎഫ്ഐ നടത്തുന്നു. 2017 മുതൽ. നിങ്ങൾ നോക്ക, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6000 ഭക്ഷണപ്പൊതികളാണ് ഓരോ ദിവസം വിതരണം ചെയ്യുന്നത്. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയുമോ? ഡിവൈഎഫ്ഐ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ദിവസമെങ്കിലും അത്തരം ഒരു സംഘടനാ പ്രവർത്തനം ഈ കേരളത്തിൽ ഡിവൈഎഫ്ഐയെ പോലെ സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിനോ യൂത്ത് ലീഗിനോ ഈ കേരളത്തിൽ കഴിയോ? നിങ്ങൾ പരിശോധിക്കാം. നിങ്ങൾ നോക്ക, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒരു ശ്രമം നടത്തട്ടെ. ഈ മലീമസമായ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച, സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ പദ്ധതി അവസാനിപ്പിച്ച, ഈ നാട്ടിലെ എല്ലാ വൃത്തികേടുകളുടെയും ഉൽപ്പന്നങ്ങളെ സൃഷ്ടിക്കുന്ന സംഘടനാ പരിപാടി അവസാനിപ്പിച്ച യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഡിവൈഎഫ്ഐ നടത്തുന്ന ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണ പദ്ധതി ഒരേ ഒരു ദിവസം ഈ കേരളത്തിലെ ആശുപത്രികളിൽ മുടങ്ങാതെ വിതരണം നടത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിയോ? യൂത്ത് ലീഗിന് കഴിയോ? എന്നിട്ട് ആ ഭക്ഷണ പദ്ധതി, ആ ഭക്ഷണ വിതരണ പരിപാടിയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗം എന്നറിയോ നിങ്ങൾക്ക്? ആ ഭക്ഷണ വിതരണ പരിപാടിയുടെ പിറകിൽ കടുത്ത അനാശാസ പ്രവർത്തനം നടക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നിങ്ങൾ നോക്ക, ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി മെമ്പർമാർ, മേഖലാ കമ്മിറ്റി മെമ്പർമാർ, അവർ വീടുകളിൽ ചെന്ന് ആ വീട്ടമ്മമാർ തരുന്ന ഭക്ഷണപ്പൊതികൾ ഏറ്റുവാങ്ങുമ്പോ അതിന്റെ ഭാഗമായി അനാശാസ പ്രവർത്തനം നടക്കുന്നു എന്നാരോപിച്ച മനുഷ്യന്റെ പേരാണ്, എന്നാരോപിച്ച മാലിന്യത്തിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറ്റൊരു കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗം എന്നറിയോ നിങ്ങൾക്ക്? കേരളത്തിൽ 80 വയസ്സ് പിന്നിട്ട ഒരു മുഖ്യമന്ത്രിയുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം സമ്മാനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി. 80 വയസ്സ് പിന്നിട്ടു ആ മനുഷ്യന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക. നമ്മളൊക്കെ ഡിവൈഎഫ്ഐക്കാരാണ്, നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, യുവജന സംഘടനയുടെ പ്രവർത്തകരാണ്.
എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 80 വയസ്സ് പിന്നിട്ടു. 80 വയസ്സ് പിന്നിട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടർച്ചയായി 2ാം ടേം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന മനുഷ്യൻ ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് 63 ലക്ഷം വരുന്ന മനുഷ്യർക്ക് ഒരു സഹായമായി ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ, അവന്റെ നിത്യച്ചെലവിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഈ കേരളം ഇന്ത്യക്ക് മാതൃക കാണിക്കുന്ന പെൻഷൻ പദ്ധതിയിലൂടെ 1600 രൂപ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രി സഖാവ് പിണറായി. നിങ്ങൾ നോക്ക, ഇന്നലെ നമ്മളൊരു കാഴ്ച കണ്ടു. കൊച്ചിയിലെ തുരുത്തിയിൽ 394 കുടുംബങ്ങൾ. നിങ്ങൾ നോക്ക, ഈ കേരളത്തിൽ എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന ചർച്ച കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുമ്പോ, കേരളത്തിൽ 3ാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന ചർച്ച കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുമ്പോ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ഇന്നലത്തെ ഒറ്റ പദ്ധതിയുടെ പ്രഖ്യാപനത്തിലൂടെ, കൈമാറ്റത്തിലൂടെ തെളിയിച്ചു. ആ പദ്ധതിയുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ, കൊച്ചിയിലെ തുരുത്തിയിൽ 394 കുടുംബങ്ങൾ, ചേരിയിൽ താമസിച്ച കുടുംബങ്ങൾക്ക് ഇരട്ട ഫ്ലാറ്റ് സമുച്ചയം സമ്മാനിച്ചിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, കൊച്ചി കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി കമ്മീഷൻ. നിങ്ങൾ നോക്ക, ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് മോഡിക്ക് നന്ദി എന്നാണ്. ഏത് പദ്ധതിയെ കുറിച്ച്? കൊച്ചിയിലെ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയ പദ്ധതി. ആ പദ്ധതിയുടെ പ്രത്യേകത നിങ്ങൾ കാണണം. അതിന്റെ 13ാം നിലയിൽ നിന്ന് നോക്കിയാൽ കൊച്ചിയെ മുഴുവൻ കാണാൻ വേണ്ടി കഴിയും. എവിടെയാണ് പ്രിയപ്പെട്ടവരെ ആ ഫ്ലാറ്റ് നിൽക്കുന്നത്? സ്ക്വയർ ഫീറ്റിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള കൊച്ചിയുടെ കണ്ണായനെത്തി പ്രദേശത്താണ് ആ ഫ്ലാറ്റ് നിൽക്കുന്നത്. 13 നിലയുള്ള ഇരട്ട സമുച്ചയ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൽ 394 കുടുംബങ്ങൾ ഇന്നലെ മുതൽ താമസം തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ യാഥാർത്ഥ്യമായി? ഈ നാട്ടിലെ കോൺഗ്രസ് പഠിക്കണം, BJP പഠിക്കണം, രാജീവ് ചന്ദ്രശേഖർ പഠിക്കണം. എങ്ങനെ യാഥാർത്ഥ്യമായി? ഇപ്പൊ പറയുന്നത് ആ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയം കൊച്ചി കോർപ്പറേഷനാണ് തുടങ്ങി വെച്ചത്. പ്രിയപ്പെട്ടവരെ, 2013 അതിന് ഭരണാനുമതി കിട്ടുന്നത്. അന്ന് കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. എന്നാൽ 2020 ആ കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് ഇടതുപക്ഷം കടന്നു വരുന്നത്. 2020 വരെ ഒന്നും നടന്നിട്ടില്ല. 2020 മുതൽ 25 വരെയുള്ള കാലത്തിനുള്ളിലാണ് ആ ഫ്ലാറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിനെ സഹായിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അതിനെ സഹായിച്ചത് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി കമ്മീഷനാണ്. 394 കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ തലമുറകളുടെ സ്വപ്നത്തിൽ ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഭൂമി സ്വന്തമാക്കി, ഫ്ലാറ്റ് സ്വന്തമാക്കി അവിടെ താമസിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ മോഡിക്ക് നന്ദി പറയുമ്പോ, കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖര, എന്തേ ഈ പദ്ധതി ഉത്തർപ്രദേശിൽ കാണാത്തത്? എന്തേ ഈ പദ്ധതി മധ്യപ്രദേശിൽ കാണാത്തത്? എന്തേ ഈ പദ്ധതി ഗുജറാത്തിൽ കാണാത്തത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചേരിയിൽ നിന്ന് ആളുകളെ ഫ്ലാറ്റിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളുള്ള ഫ്ലാറ്റിലേക്ക്, ഒരു മനുഷ്യന്റെ ആയുസിൽ സ്വപ്നം കാണാൻ കഴിയാത്ത സൗകര്യങ്ങളുള്ള ഫ്ലാറ്റിലേക്ക് മാറ്റി താമസിക്കുന്ന പദ്ധതി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലല്ലോ. എന്തേ മോഡിക്ക് കേരളത്തോട് ഇത്ര സ്നേഹം? അതുകൂടി പറയണ്ട നിങ്ങള്, അതുകൂടി പറയണ്ടോ? നിങ്ങൾ നോക്ക, കൊച്ചിയിൽ അത് മാത്രാണോ? തുരുത്തിയിലെ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയം മാത്രാണോ? നിങ്ങൾ നോക്ക, കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇപ്പോ 9 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഈ 9 വർഷക്കാലത്തിനിടയ്ക്ക് ജനിച്ച ഏതെങ്കിലും ഒരു കുട്ടിയോട്, പ്രിയപ്പെട്ടവരെ, 10-15 വയസ്സുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിയോട് പവർ കട്ട് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം. ലോഡ് ഷെഡിങ് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം. ആ കുട്ടിക്ക് അതിന് മറുപടി പറയാൻ വേണ്ടി കഴിയില്ല. ഈ മഴയ്ക്ക് മുമ്പ് കടുത്ത വേനലായിരുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, ആ കടുത്ത വേനലിൽ നമ്മുടെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല, നമ്മുടെ കേരളത്തിൽ ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? കൊച്ചി ഇടമൺ പവർ ഹൈവേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കി. കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമാക്കി കേരളത്തെ പ്രഖ്യാപിച്ചു. ഇനി കേരളത്തിൽ പവർ കട്ടില്ല.
ഇനി കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ല. നിങ്ങൾ നോക്ക, വാട്ടർ മെട്രോ കൊച്ചിയിലാണ്. വാട്ടർ മെട്രോ എന്താ വാട്ടർ മെട്രോയുടെ പ്രത്യേകത? 40 ലക്ഷം യാത്രക്കാരുമായി ലാഭത്തിലേക്കാണ് വാട്ടർ മെട്രോ പദ്ധതി. ആ വാട്ടർ മെട്രോ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച, അത് പൂർത്തീകരിച്ച, നടപ്പിലാക്കിയത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. നിങ്ങൾ നോക്ക, കൊച്ചിയിൽ 6 ലക്ഷം ചതുരശ്ര അടിയിൽ ഉയർന്നു പൊങ്ങുന്ന ഒരു കെട്ടിടമുണ്ട്, പണി പൂർത്തീകരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ പ്രത്യേകത കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ എന്നാണ് അതിന്റെ പേര്. കൊച്ചിയിലെ ക്യാൻസർ റിസർച്ച് സെന്റർ 6.5 ലക്ഷം ചതുരശ്ര അടിയിലാണ് കൊച്ചിയിൽ ആ കെട്ടിടം പണി പൂർത്തീകരിക്കപ്പെടുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് കൊച്ചിക്ക് കൊടുത്ത സംഭാവനയാണ്. പ്രിയപ്പെട്ടവരെ, ആ പദ്ധതി ഞാൻ സൂചിപ്പിച്ചത് ഇത് കൊച്ചിയിലെ മാത്രം, കൊച്ചി എന്ന് പറയുന്ന ആ പ്രദേശത്ത് മാത്രം നടന്ന വികസന പ്രവർത്തനമാണ്. ഇത് പൂർത്തീകരിച്ചത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. നിങ്ങൾ നോക്ക, കേരളത്തിനകത്ത്, കേരളത്തിലെ ആരോഗ്യ മേഖലക്കകത്ത് നടക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ ആരോഗ്യ മേഖലക്കകത്ത് PHSC മുതൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് വരെ അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ വിജയകരമായി നടത്തുന്ന രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ മേഖല മാറ്റപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മാലിന്യം പറഞ്ഞത് എടോ പിണറായി എന്ന് വിളിച്ചിട്ടാ പ്രസംഗിച്ചത്. നിങ്ങൾ നോക്ക, എടോ പിണറായി എന്ന് വിളിച്ചിട്ടാണ് പിണറായിയെ പറ്റിയിട്ട് രാഹുൽ പ്രസംഗിച്ചത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വഷളൻ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യം പരനാറി രാഹുൽ മാങ്കൂട്ടത്തിലെ കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് നീ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇപ്പോ എന്താ സ്ഥിതി? തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാൻ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി ഒരു MLA-ക്ക് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല. ഞങ്ങളാരെങ്കിലും വരുത്തി വെച്ചതാണോ? ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ അവരാണോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? ഞാൻ സൂചിപ്പിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥിതിയാണ് ഞാനിവിടെ പറഞ്ഞത്. ആ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കേരളത്തിനകത്തുള്ള സാഹചര്യം എന്താ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ദുരന്തമുണ്ടായത് 2024 ജൂലൈ മാസം 31-ാം തീയതിയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്, ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് 300-ലധികം മനുഷ്യർ മരണപ്പെട്ടു എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നത്. അത്രയേറെ മനുഷ്യർക്ക് അവരുടെ സർവ്വതവും നഷ്ടപ്പെട്ട ഒരു ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായത്, മുണ്ടക്കയിൽ ഉണ്ടായത്. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട DYFI എന്ന സംഘടനയുടെ പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ചില്ലേ? DYFI-യും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ആ ദുരന്തമുഖത്ത് ഇടപെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ നിഷേധിക്കുന്നില്ല, എല്ലാ യുവജന സംഘടനകളും ആ ദുരന്തമുഖത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയും, ഇതാ ഈ ഇരിക്കുന്ന DYFI-യുടെ പ്രവർത്തകന്മാർ, അവരുടെ DYFI-യുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേര് സഖാവ് ഷബീർ എന്നാണ്. ആ സഖാവിന്റെ പ്രത്യേകത, ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ദുരന്തമുണ്ടായപ്പോ ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലയിലെ ചാലിയാർ പുഴയിലാണ് 66ഓളം വരുന്ന മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ, മൃതശരീരമല്ല, ഡെഡ് ബോഡിയല്ല, ശരീരഭാഗങ്ങളാണ്. അറ്റുപോയ കൈകളാണ്, അറ്റുപോയ തലയാണ്, അറ്റുപോയ കാലുകളാണ്. അങ്ങനെ ശരീരഭാഗങ്ങൾ ആ ചാലിയാർ പുഴയിലൂടെ ഒലിച്ചു വന്നപ്പോ ചാലിയാർ പുഴയിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ട് ആ ശരീരഭാഗങ്ങൾ മുങ്ങിയെടുത്ത് അത് 6.5 കിലോമീറ്ററും 7.5 കിലോമീറ്ററും ഉൾവനത്തിലൂടെ നടന്ന് പുറത്തെത്തിച്ച് ഈ നാട്ടിൽ ആ ശരീരഭാഗങ്ങളെ കാത്തു നിന്നിരുന്ന ബന്ധുക്കൾക്ക് കൈമാറിയ സഖാവ് ഷബീർ ഉൾപ്പെടെയുള്ള DYFI-യുടെ യുവജന സംഘടനാ പ്രവർത്തകർ ആ ദുരന്ത ബാധിതർക്കിടയിൽ പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്.
അതിനുശേഷം ഡിവൈഎഫ്ഐ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ പ്രഖ്യാപനം എന്താ? ആ പ്രഖ്യാപനത്തിന്റെ പ്രത്യേകത, ഡിവൈഎഫ്ഐ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരോട് പറഞ്ഞു 25 വീടുകൾ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകും ഈ ദുരിതബാധിതർക്ക്. 25 വീട് നിർമ്മിച്ചു നൽകുമെന്നാ പറഞ്ഞത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി PK സനോജും അതുപോലെ തന്നെ പ്രസിഡന്റ് വസീഫും കൂടി പത്രസമ്മേളനം നടത്തി. അടുത്ത മണിക്കൂറിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്രസമ്മേളനം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് 30 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അവിടെ എത്തിയിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധി അവിടെ എത്തിയിട്ട് പറഞ്ഞത്, കോൺഗ്രസ് എന്റെ വ്യക്തിപരമായ നേതൃത്വത്തിൽ 100 വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക, യൂത്ത് കോൺഗ്രസ് 30 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, ഡിവൈഎഫ്ഐ പറഞ്ഞത് 25 വീട്. ആ 25 വീടെന്ന പ്രഖ്യാപനത്തിന് ശേഷം ഡിവൈഎഫ്ഐ ഈ യുവജന സംഘടന ഇവിടത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയിലെ സഖാക്കളോട് പറഞ്ഞു, മേഖലാ കമ്മിറ്റിയിലെ സഖാക്കളോട് പറഞ്ഞു, നിങ്ങൾ നാട്ടുകളിലേക്ക് ഇറങ്ങണം, എന്നിട്ടോ അക്രിസാധനങ്ങൾ പെറുക്കണം, നിങ്ങൾ പത്രങ്ങൾ ശേഖരിക്കണം, നിങ്ങൾ നാളികേരങ്ങൾ ശേഖരിക്കണം, നിങ്ങൾ ഒരു ദിവസത്തെ അധ്വാനം മാറ്റിവെക്കണം, നിങ്ങൾ ചായക്കട നടത്തണം, നിങ്ങൾ മത്സ്യവ്യാപാരം നടത്തണം, നിങ്ങൾ മീൻ വിൽപ്പന നടത്തണം, നിങ്ങൾ മാംസ വ്യാപാരം നടത്തണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം ഈ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ഈ ശുഭ്രപതാക കൈകളിൽ പിടിക്കുന്ന ഓരോ ഡിവൈഎഫ്ഐക്കാർക്കും അഭിമാനിക്കാം. 25 വീട് വെച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി ഈ നാട്ടിലെ ആളുകളോട് പറഞ്ഞു. ആ പ്രഖ്യാപനത്തിന് ശേഷം 1 മാസക്കാലം നീണ്ടുനിന്ന ഡിവൈഎഫ്ഐയുടെ സജീവമായ സംഘടനാ പ്രവർത്തനം, ആ പ്രവർത്തനത്തിനൊടുവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരും പങ്കെടുത്ത ഒരു ചടങ്ങ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ആ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചിട്ടാണ് 25 വീടുണ്ടാക്കാൻ തീരുമാനിച്ച സംഘടനാ തീരുമാനമെടുത്ത രംഗത്തിറങ്ങിയ ഡിവൈഎഫ്ഐ 100 വീടുണ്ടാക്കുന്നതിന് വേണ്ടി, 100 വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പണം, ഒരു വീടിന് 20 ലക്ഷം രൂപ വെച്ച് 20 കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ കൈകളിലേക്ക് കൊടുത്തത്. നിങ്ങൾ നോക്ക, 20 ലക്ഷം രൂപ വെച്ച് 100 വീടിന് 20 കോടി രൂപ ഈ യുവജന സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഞങ്ങൾ ചോദിക്കട്ടെ, എന്തേ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ? യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ സംസ്ഥാന അധ്യക്ഷനെതിരെ ലൈംഗികാരോപണം നടക്കുന്നുണ്ട്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കട്ടെ. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിൽ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷയേറ്റു വാങ്ങട്ടെ. പക്ഷേ ഇപ്പൊ ആളുകൾക്ക് മുമ്പിൽ ബോധ്യപ്പെട്ട ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് മുമ്പിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മാറി നിൽക്കണമെന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനിടയ്ക്ക് മറന്നു പോവാത്ത ഒരു കാര്യമാണ്, മറന്നു പോവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ, 30 വീട് നിർമ്മിച്ചു കൊടുക്കാൻ പിരിച്ച പണമുണ്ട്. 2.5 കോടി രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത വിശദീകരണം 88 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എന്നാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു വീടെങ്കിലും ഇതുവരെ നിർമ്മിച്ചു കൊടുക്കാൻ, അതിന്റെ പണം കൈമാറാൻ ഈ യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞോ? ഞാനിത് വിശദീകരിച്ചത് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഡിവൈഎഫ്ഐയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഈ സംഘടനയുടെ നേതാക്കന്മാരെ നിങ്ങൾ പരിഗണിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ പരിഗണിക്കുമ്പോ, ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ പരിഗണിക്കുമ്പോ ഈ വ്യത്യാസം തിരിച്ചറിയണമെന്ന് ഈ നാട്ടിലെ ആളുകളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിച്ചത്.